തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് നാം കുറച്ചേറെ ചിന്തിച്ചു. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളാണ്. അതേ പ്രിയരെ, മനുഷ്യർ ബലഹീനരാണ്. മനുഷ്യന് ചില പരിമിതികളുണ്ട്, മനുഷ്യന് ബലഹീനതയുണ്ട്, മനുഷ്യന് പോരായ്മയുണ്ട്, കുറവുകളുണ്ട്. പക്ഷേ പോരായ്മയില്ലാത്ത, കുറവുകളില്ലാത്ത, ബലഹീനതകളില്ലാത്ത, പരിധികളും പരിമിതികളുമില്ലാത്ത ഒരു ദൈവമുണ്ട്. അതാണ് എന്നും നമ്മുടെ ബലം, അല്ലേ? നാം ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാം വാസ്തവമായി നമ്മുടെ ജീവിതം തന്നെ ഒന്ന് നോക്കിയാൽ നമുക്ക് ഉറപ്പും ധൈര്യവും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഒരു ശിശു ജനിക്കുന്ന കാലം മുതൽ മിടിച്ചു തുടങ്ങുന്നതാണ് അവൻ്റെ ഹാർട്ട്, അവൻ്റെ ഹൃദയം, ഇല്ലേ? ഒരു ശിശു ശ്വസിച്ചു തുടങ്ങുന്ന കാലം തൊട്ട് ശ്വസന പ്രക്രിയ നടത്തുന്നതാണ് അവൻ്റെ ശ്വാസകോശം. അങ്ങനെ ഓരോ അവയവങ്ങൾ, കരൾ, കിഡ്നി, ഇങ്ങനെ എത്ര അവയവങ്ങൾ, ഇല്ലേ? നമ്മുടെ ആന്തരികവും ബാഹ്യവുമായ അവയവങ്ങൾ. പക്ഷേ ഈ അവയവങ്ങൾ ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂമിയിലുള്ളതായ ഒരു മെഷീനോ ഒരു എക്യുപ്മെൻറ്റോ ഒരു മോട്ടറോ അത് കുറേ നാൾ ചലിച്ചു കഴിയുമ്പോൾ അതിന് തേയ്മാനം, അങ്ങനെ അതിന് റിപ്പയറിങ് വരാം, ഒത്തിരി കാര്യങ്ങൾ വരാം. പക്ഷേ നാം ഇപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹാർട്ട് ഇപ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നു, രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്ത് കാലിൻ്റെ വിരലിൻ്റെ എൻഡ് മുതൽ അങ്ങനെ തലയുടെ അഗ്രം വരെ ശരീരഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നു. അതിനുള്ള രക്തശുദ്ധീകരണം നടക്കുന്നു. വലിയൊരു ഫാക്ടറിയാണ്. ഒരു ഫാക്ടറിയല്ല, അനേകം ഫാക്ടറികൾ ചേർന്ന ഒരു വലിയ ഫാക്ടറിയാണ് നമ്മുടെ ഈ മനുഷ്യ ശരീരം തന്നെ. ഇതെല്ലാം നിർമ്മിച്ചത് ആരാണ്? നിത്യനായ ദൈവം. ഏത്? ശാസ്ത്രം വളരുന്നതിന് മുമ്പ് ആദ്യമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഇന്നുള്ള മനുഷ്യൻ്റെ അതേ കാര്യങ്ങൾ ആദ്യ മനുഷ്യനായ ആദാമിലും ഉണ്ടായിരുന്നു. പിന്നീട് മനുഷ്യന് വേറെ മാറ്റങ്ങളൊന്നും കൊടുത്തില്ല. അന്നേ ദൈവം എല്ലാത്തിലും ഒരു പൂർണ്ണത കൊടുത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പൂർണ്ണത എന്ന് പറയുമ്പോൾ അവൻ തികഞ്ഞവനെന്നല്ല, എങ്കിൽ പോലും ഇല്ല, ഞാൻ എപ്പോഴും ഓർക്കും, നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജഷൻ സിസ്റ്റം, അല്ലേ? നമ്മുടെ വായിൽ നിന്ന് ഭക്ഷണം, അത് 32 പല്ലുകൾ ചേർന്ന് ഒരു നാവ്, അതെല്ലാം ഭക്ഷണമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീതം വെച്ച് കൊടുത്ത് 2 വശങ്ങളിലൂടെ അത് ചവച്ച് ഇറക്കി അരച്ച് നല്ല പൾപ്പ് പോലെയാക്കി അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. അതിനു മുമ്പ് തന്നെ വായിൽ നമ്മുടെ സലൈവ അതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത്, എന്നാൽ നമ്മുടെ നാവിലുള്ളതായ രുചി അറിയാനുള്ളതായ ചില സംവിധാനങ്ങൾ, അത് രുചി അറിയുന്നു. അങ്ങനെയെല്ലാം വലിയ സംവിധാനം വായിൽ തന്നെയുണ്ട്. അത് അന്നനാളത്തിൽ ചെന്ന് കഴിയുമ്പോഴേക്ക് അവിടെ ദഹന രസങ്ങൾ പുറപ്പെടുവിക്കുന്നു. അത് ദഹിപ്പിച്ച് പ്രിയപ്പെട്ടവരെ അത് ആവശ്യമുള്ള സാധനങ്ങൾ, പോഷകങ്ങളെല്ലാം എടുക്കുന്നു. അങ്ങനെയെല്ലാം ശരീരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. എന്താ പറയുന്നത്? ഓരോന്നും ഒരു വലിയ ഫാക്ടറി. ഹാർട്ടിൻ്റെ സംവിധാനം ഒരു ഫാക്ടറി, ശ്വസനത്തിൻ്റെ സംവിധാനം വേറൊരു ഫാക്ടറി, ഡൈജസ്റ്റീവ് സിസ്റ്റം വേറൊരു ഫാക്ടറി, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഇല്ലേ? അതങ്ങനെ കരളിലും വൃക്കയിലും വേറെ വലിയ ശുദ്ധീകരണങ്ങൾ നടക്കുന്ന വേറൊരു പ്രോസസ്സ്. ഇങ്ങനെ ഇത് കഴിഞ്ഞ് തലച്ചോറിലേക്ക് ചെല്ലുമ്പോൾ ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിക്കാത്തത്രയും വലിയ കമ്പ്യൂട്ടർ സിസ്റ്റം. കണ്ണുകൾ എത്ര ഗൗരവമാണ്! 2 കണ്ണുകൾ, ആ 2 കണ്ണുകൾ ഒരേ കാര്യം ഒന്നുപോലെ കാണുന്നു. അത് 2 ഇമേജും നമ്മുടെ ഉള്ളിൽ ചെന്നിട്ട് അത് ഒറ്റ ഇമേജായി നമുക്ക് മനസ്സിലാകുന്നു. കൈകൾ പ്രവർത്തിക്കുന്നു, കാലുകൾ പ്രവർത്തിക്കുന്നു. ഈ ബ്രെയിൻ നമ്മുടെ ശരീരത്തിൽ ഓരോ സിസ്റ്റത്തിനും നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഒരു കൊതുക് നമ്മുടെ ശരീരത്തിൽ വന്നിരുന്നാൽ അത് സെൻസ് ചെയ്ത് ഉടനെ തന്നെ തലച്ചോറിനെ അറിയിക്കുന്നു, ഇതാ ഇടത് കൈയിൽ ഇന്ന ഭാഗത്ത് ഒരു കൊതുക് വന്നിരിക്കുന്നു. ഉടനെ തന്നെ തലച്ചോറ് അത് സെൻസ് ചെയ്തിട്ട് വലത് കൈയോട് പറയുന്നു, എടുത്ത് ആ കൊതുകിനെ തല്ലിക്കൊല്ലാൻ. എന്തെല്ലാം വലിയ സിസ്റ്റമാണ്! ഒരു ആർമി ഓർഡറിങ് സിസ്റ്റം.
അങ്ങനെ വലിയൊരു ഭരണ സംവിധാനം നടക്കുന്നു മനുഷ്യനിൽ. ഒരു മനുഷ്യൻ, ഇങ്ങനെ എത്ര കോടിക്കണക്കിന് മനുഷ്യർ. ഈ ഒന്നാമത്തെ മനുഷ്യനായ ഈ മനുഷ്യനെ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ദൈവം നിർമ്മിച്ചു. എന്തൊരു അത്ഭുതമാണല്ലേ പ്രിയരെ! ഇത് പോരെ സത്യമായ ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ? എന്നാൽ അതിലുപരിയായി സോളാർ സിസ്റ്റം പണ്ട് നമ്മൾ പറയുമായിരുന്നു നവഗ്രഹങ്ങളും സൂര്യനും ചേർന്ന 9 ഗ്രഹങ്ങൾ ചേർന്ന ആ സോളാർ സിസ്റ്റം. എന്നാൽ ഇന്ന് 8 ഗ്രഹങ്ങളേ ഉള്ളൂ, പ്ലൂട്ടോ ഇല്ല. ഒരു കാലത്ത് പ്ലൂട്ടോ ഉണ്ടായിരുന്നു, ഇന്നില്ല. എന്നാൽ ഈ സോളാർ സിസ്റ്റം ഈ 8 ഗ്രഹങ്ങളും സൂര്യൻ ചേർന്ന് മാത്രമല്ല, അനേകായിരം സൂര്യന്മാരും അനേകായിരം ഗ്രഹങ്ങളും ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ പ്രപഞ്ചം എന്താണ്? സോളാർ സിസ്റ്റം, മിൽക്കി വേ, ഗാലക്സി എന്നെല്ലാം പറഞ്ഞതിൻ്റെ പേരുകൾ ശാസ്ത്രം നാമകരണം ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒന്ന് ഞൊടിക്കുമ്പോൾ വെളിച്ചം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ ദൂരെ സഞ്ചരിക്കും. എന്നാൽ ഇതുവരെ ലോകം ഉണ്ടായ കാലം മുതൽ വെളിച്ചം സഞ്ചരിച്ചിട്ട് ഈ ഭൂമിയിലെത്താത്ത അത്രയും ദൂരത്തുള്ളതായ ഗ്രഹങ്ങളുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! ഒരു രാജ്യത്തുനിന്ന് ഒരു മിസൈൽ മറ്റൊരു രാജ്യത്തേക്ക് അയക്കുമ്പോൾ ഇങ്ങനെയൊരു മിസൈൽ വരുന്നുവെന്ന് സെൻസ് ചെയ്ത് റഡാർ സിസ്റ്റം അത് കണ്ടുപിടിച്ച് ആ മിസൈലിനെ നശിപ്പിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് എതിർ മിസൈൽ പോകുന്നു. എന്തെല്ലാം സംവിധാനങ്ങൾ! ഈ ഭൂമിയിലുള്ള അനേക നേതാക്കന്മാരുടെ ചലനങ്ങളും അവരുടെ യാത്രകളെല്ലാം ഏതെങ്കിലും ഒരു ലോകത്തിലെ ഉന്നതമായ ഒരു രാജ്യത്തിലിരുന്നുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ നേതാവ് കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെല്ലാം അത്ഭുതങ്ങൾ നടക്കുന്നു! എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഇതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കുന്ന നിത്യനായ ദൈവം, മനുഷ്യന് ബുദ്ധി കൊടുത്ത ദൈവം. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുമ്പോൾ നാം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കരയറ്റണം. നിത്യനായ ദൈവം, ആ ദൈവം പ്രവർത്തിക്കുന്നു. ദൈവം ഒന്ന് വിചാരിച്ചാൽ അത് അങ്ങനെ തന്നെ നടക്കും. ദൈവം ഒന്ന് നോക്കിയാൽ ആ കാര്യം നടന്നിരിക്കും. ദൈവം ഒന്ന് നിരൂപിച്ചാൽ ആ കാര്യം ചിന്തിക്കും. നിത്യനായ ദൈവത്തെക്കുറിച്ച് പറയുന്നു, ദൈവത്തിൻ്റെ കൈക്കുള്ളിൽ, ഈ ഒരു കൈക്കുള്ളിൽ സമുദ്രം മുഴുവൻ അത് ശേഖരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. എന്താണ് പ്രിയരെ? പ്രപഞ്ചം മുഴുവൻ നിത്യനായ ദൈവത്തിൻ്റെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നു. ആ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവിയാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവവേലിന്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവേലിന് ദൈവം നൽകുന്നത്. ഇത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഒരു രാജ്യം വാഴുന്ന ഒരു മഹാരാജാവ് വഴിയരിയിരിക്കുന്ന ഒരാൾക്ക് ഒരു പദവി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. രാജാവ് അവനോട് പറയുകയാണ്, നീ ഇനി എന്നെ അപ്പ എന്ന് വിളിച്ചുകൊള്ളാൻ പറഞ്ഞാൽ ആ ബാലകന്, ആ മനുഷ്യന് എന്തൊരു അത്ഭുതമായിരിക്കും. അതുപോലെയല്ലേ വാസ്തവമായും ഈ ഭൂമിയിലെ നിസ്സാരരും പൊടികളുമായ നാം ഈ അത്യുന്നതനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുന്നു. അതൊരു പദവിയാണ്, അതൊരു ഭാഗ്യ പദവിയാണ്. അത് ഏവർക്കും ദൈവം നൽകും. എങ്ങനെ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുകയാണ്. അത് ദൈവം കൊടുത്ത അധികാരമാണ്, ദൈവം കൊടുത്ത ഔദാര്യമല്ല, അധികാരമാണ്. കർത്താവിന് സ്തോത്രം! അതൊരു പവറാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചത്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ ഭാഷയിലോ രാജ്യത്തിലോ ഉള്ള ഏതൊരു മനുഷ്യൻ ഈ ഭൂമിയുടെ കോണിലിരുന്നുകൊണ്ട് നിത്യനായ യേശുവിനെ കൈക്കൊണ്ടാൽ, ഞാൻ യേശുവിനെ എൻ്റെ രക്ഷിതാവ് കർത്താവായി സ്വീകരിക്കുന്നു, യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ, ഞാൻ യേശുവിനായി എൻ്റെ ജീവിതം കൊടുക്കുന്നുവെന്ന് ആ മനുഷ്യനൊരു തീരുമാനം ഒരുപക്ഷെ പുറമേ കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും, ഇതാ മനസ്സിൽ പറഞ്ഞാലും ഉള്ളുകൊണ്ട് പറഞ്ഞാലും അതെല്ലാം സെൻസ് ചെയ്ത് ആ മനുഷ്യൻ്റെ മേൽ സ്വർഗം തൻ്റെ അധികാരം പകരും. എന്തധികാരം? നിത്യനായ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള അധികാരം. ആ അധികാരം നാം ഉപയോഗിക്കണം. ജീവള ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി കിട്ടിയ ദൈവമക്കൾ ഇനിയും അടിമകളായി കഴിയരുത്, ദാസന്മാരായി കഴിയരുത്. അപ്പ എന്ന് വിളിച്ച് അപ്പനിൽ നിന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുത്രനെങ്കിലോ അവകാശിയുമാകുന്നു. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നത്. വചനം അങ്ങനെ പറയുന്നു.
ഇനിയും ദാസന്മാരെ പോലെ അയ്യോ തരണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ പറയേണ്ടെന്നല്ല, പ്രാർത്ഥിക്കണമെന്നല്ല, എളിമയോടെ പ്രാർത്ഥിക്കണം. പക്ഷേ ആ പ്രാർത്ഥിക്കുമ്പോഴും അതിലുപരിയായി ഈ ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം എൻ്റെ അപ്പനാണ്, ആ അപ്പൻ എന്നെ വില കൊടുത്ത് വാങ്ങി, ആ സ്വർഗത്തിലെ ജീവനുള്ള ക്രിസ്തു തൻ്റെ ജീവരക്തം എനിക്ക് വേണ്ടി തന്നു, എന്നെ പുത്രനും അവകാശിയുമാക്കി. ഞാനിനി ദാസനല്ല, ദാസന്റെ മേൽ അവകാശിയാണ്, പുത്രനാണെന്നുള്ള ആ പദവി, സൺഷിപ്പ്, ഇന്ന് അനേകർക്ക് മനസ്സിലാകാത്ത മറിഞ്ഞു കിടക്കുന്ന ഒരു ആത്മീയ മർമ്മമാണത്. സൺഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. പുത്രത്വത്തിൻ്റെ അവകാശം. ഹല്ലേലൂയ. വേദപുസ്തകം നാം പഠിക്കുമ്പോഴും വായിക്കുമ്പോഴും ആ പുത്രത്വത്തിൻ്റെ അവകാശമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ സഹോദരനായിട്ടാണ് ദൈവം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൂത്ത സഹോദരൻ ക്രിസ്തു. നാം ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായിട്ടാണ് ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. ആദ്യജാതൻ ക്രിസ്തു. ഹല്ലേലൂയ. പിന്നെ യേശുവിൽ നിന്ന് ജനിച്ച, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കർത്താവിൻ്റെ മക്കൾ. എന്തൊരു ഭാഗ്യ പദവിയാണ് പ്രിയരെ. യേശുവിനെ ഒരാൾ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ ഒരു ചെറിയ സമർപ്പണം എടുക്കുമ്പോൾ ദൈവം നമ്മുടെ മേൽ പകരുന്നത്. ഈ പദവി കിട്ടാൻ നാം പൈസ മുടക്കണ്ട, ഈ പദവി കിട്ടാൻ നാം വഴിപാട് കഴിക്കണ്ട, നേർച്ച കാഴ്ച കഴിക്കണ്ട, കണ്ടുകാഴ്ച കഴിക്കണ്ട, ഇനി തീർത്ഥാടനത്തിന് പോകണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇനി യെരുശലേമിലേക്ക് പോകണമെന്നില്ല. നമ്മുടെ സ്വന്തം വീട്ടിലിരുന്ന് നാം ജീവനുള്ള ക്രിസ്തുവിനെ വിശ്വസിക്കുകയും കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു യാഗമായത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്നു. മാത്രമല്ല, കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പിതാവാം ദൈവമോട് ഉയർത്തെഴുന്നേൽപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഒരാൾ ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു, രക്ഷിക്കപ്പെടുന്നു, മാനസാന്തരം കിട്ടുന്നു. അതൊരറിവല്ല പ്രിയരെ, അതൊരു അനുഭവമാണ്, സ്വർഗീയ അനുഭവം, ഡിവൈൻ എക്സ്പീരിയൻസ്. അതൊരു എക്സ്പീരിയൻസ് ആണ്, പറഞ്ഞാലൊന്നും മനസ്സിലാകുകയില്ല. അതുകൊണ്ടല്ലേ ഒറ്റയ്ക്ക് അനേക ദൈവമക്കൾ ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്നത്. എന്ത് കണ്ടിട്ടാണ്? പണം കണ്ടിട്ടല്ല, രാഷ്ട്രീയ സ്വാധീനം കണ്ടിട്ടല്ല, മറ്റുള്ളവർ സഹായിക്കുമെന്ന് തോന്നിയിട്ടല്ല. എന്നെ വിളിച്ചിറക്കിയ ഒരു അപ്പനുണ്ട്, ആ അപ്പൻ എന്നെ നടത്തുമെന്നുള്ള നിർണയം, ഉറപ്പ്. ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ധൈര്യം കൊടുക്കുന്നത് ആരാണ് പ്രിയരെ? ജീവനുള്ള ക്രിസ്തു. ആരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇന്നവരുടെ ഒത്താശ കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഏതെങ്കിലും രാഷ്ട്രീയക്കാർ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. അല്ലല്ല, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. കാരണം അവൻ എൻ്റെ അപ്പനാണ്. അപ്പൻ എൻ്റെ വിഷയങ്ങൾ അറിയാം, അപ്പൻ എൻ്റെ സങ്കടങ്ങൾ അറിയാം, ആ സ്വർഗത്തിലെ അപ്പൻ എൻ്റെ ആവശ്യങ്ങൾ അറിയാം. ഇങ്ങനെ നാം ക്രിസ്തുവുമായി വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരാജയം വരുമ്പോൾ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഒരു വീഴ്ച വരുമ്പോൾ, ഒരു പാപം വരുമ്പോൾ, ഒരിക്കൽ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു, ഒരു പരാജയം വന്നു, നിങ്ങൾ തളർന്നു പോകരുത്, വാടിപ്പോകരുത്. ആ അപ്പൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് പറയണം, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി എന്ന് പറയണം. അല്ല, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ ഇതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. എന്തൊരു സാധ്യതകളാണ് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ബൈബിൾ മുഖാന്തരം ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, താണു പോകരുത്. നാം ക്രിസ്തുവിൻ്റെ മക്കളായി, യേശുക്രിസ്തുവിൻ്റെ ഭടന്മാരായി, യേശുക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നാം ക്രിസ്തുവിന് വേണ്ടി തലമുറയിൽ നിൽക്കണം. അപ്പോൾ അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സാധിപ്പിച്ച് തരും. കർത്താവിന് സ്തുതി. നിങ്ങളാരും നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, വാടിപ്പോകരുത്, നിരാശയുടെ കയത്തിലേക്ക് നിങ്ങൾ ഊളിയിട്ട് പോകരുത്. നിങ്ങൾ ഏകാന്തതയിൽ പോയിരുന്ന് നിരാശപ്പെട്ട് വിങ്ങി കരയരുത്. സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് നിങ്ങൾ ശക്തിപ്പെടണം. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കണം. ദൈവം നിങ്ങൾക്ക് ബുദ്ധി തരും, ദൈവം നിങ്ങൾക്ക് കഴിവ് തരും, ദൈവം നിങ്ങൾക്ക് അതിനുള്ളതായ എല്ലാ സ്കില്ലുകളും തരും. നിങ്ങൾക്ക് എന്താണ് കുറവ് അത് യേശുവിനോട് പറ, അത് ദൈവം നിങ്ങൾക്ക് തരും. പ്രിയരെ, എനിക്ക് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ട് തളർന്നിരിക്കുകയല്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് ശക്തി നൽകിയ ദൈവം നമുക്കും തരികയില്ലേ? തരും. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ അനേകരെ ബലപ്പെടുത്തിയ ദൈവം നമ്മയെയും ബലപ്പെടുത്തും. ആ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് നമുക്ക് മുന്നേറാം.
ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കാം. സ്വർഗ്ഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി നമുക്ക് പ്രാപിക്കാം. അതിനിടയാകട്ടെ. അസാധ്യങ്ങളെ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങൾ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഞങ്ങൾ നിരന്തരം ഉപദേശിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് സ്വർഗ്ഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി പ്രാപിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ അപ്പനോട് പ്രാർത്ഥിക്കുക. പ്രിയരെ, നിങ്ങളുടെ സ്വർഗ്ഗത്തിലെ അപ്പൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അങ്ങനെ ആ ദൈവവുമായി വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാധുര്യം നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുക. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.